ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നമുക്കറിയാം PTയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിൽ ഒരെണ്ണമാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന സെക്ഷൻ. കാരണം നിങ്ങളുടെ എക്സാമിൽ റീഡിങ്ങിന് മാത്രമല്ല റൈറ്റിങ്ങിനും ഇതിൻ്റെ അകത്തു നിന്ന് മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതിൻ്റെ അകത്തു നിന്നുള്ളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്ത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് PT പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പെയ്ഡ് കോഴ്സസ് ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ. ഇതിനകത്ത് നമുക്കറിയാം 3 ഓപ്ഷൻസാണ് ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ 4-5 ഓപ്ഷൻസ് വരെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലും വലിയ പാസേജുകൾ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, വാക്കുകളുടെ കറക്റ്റ് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും 4 ഓപ്ഷൻ വെച്ച് നമുക്ക് തരും. പക്ഷേ ഏകദേശം എല്ലാം സിമിലർ ആയിട്ടൊക്കെ നമുക്ക് തോന്നുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് ഒരു ഏകദേശ ധാരണ നമുക്കുണ്ടായിരിക്കണം സംഭവം എന്തോ ആണെന്ന്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് താനും. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് നിന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് ഇതിൻ്റെ ആൻസേഴ്സിലോട്ട് വരാം. ഗുഡ് സെൻസ് അപ്പിയേഴ്സ് ടു ഹാവ് ഡാഷ് അറ്റ് ലാസ്റ്റ്. സുബോധം വീണു അല്ലെ വെളിവ് വീണു എന്ന അർത്ഥമാക്കുന്ന ഒരു സെൻറ്റൻസ്. വിത്ത് എ ഫ്രഷ് സെറ്റ് ഓഫ് ഡ്രൗട്ട് റൂൾസ് ടു റീപ്ലേസ് ലാസ്റ്റ് ഇയേഴ്സ് പോർലി കൺസീവ്ഡ് വൺസ്, the center has sought to withdraw the ban on the sale of cattle for slaughter in animal markets. കഴിഞ്ഞ വർഷം പെട്ടെന്നെടുത്ത ഒരു പോർലി കൺസീവ്ഡ് വൺസ് എന്ന് കിടക്കുന്നുണ്ടോ, അതായത് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെ എടുത്ത കുറച്ച് നിയമങ്ങൾ അത് മാറ്റിയിട്ട് കാറ്റിൽ ഫോർ സ്ലോട്ടർ, അതായത് മൃഗങ്ങളെ സ്ലോട്ടർ ചെയ്യാൻ കൊണ്ടുവല്ലോ, മൃഗങ്ങളെ കൊന്ന് അതിൻ്റെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മളെ ആടുമാടുകളെയൊക്കെ, അതാണ് സംഭവം. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ നല്ല നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ദ ഡ്രൗട്ട് റൂൾസ് ആർ നൗ ഓപ്പൺ ഫോർ കമൻറ്റ്സ് ആൻഡ് സജഷൻസ്. കമൻറ്റുകൾ, സജഷൻസ് പറയാം. വെൻ ദ യൂണിയൻ മിനിസ്ട്രി ഫോർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നോട്ടിഫൈഡ് ദ റൂൾസ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് ഓൺ May 23, 2017, there was dash that in the name of preventing cruelty to animals, regulating livestock markets, the government was surreptitiously throttling the cattle trade, furthering the cows protection agenda. ഓക്കെ, അതായത് ആനിമൽസിനെതിരെയുള്ള ക്രൂവൽറ്റി തടയാനെന്നുള്ള പേരിൽ സർക്കാരുകൾക്ക് വേറെ ഇൻറ്റൻഷനാണ് എന്നുള്ള രീതിയിലുള്ളതാണ്. നമുക്കിപ്പോൾ നമ്മുടെ രാഷ്ട്രീയമൊന്നും അല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. നമുക്കത് അതിൻ്റെ വേറൊരു സൈഡിലോട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇതിനെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാമെന്ന് മാത്രം നമ്മളിപ്പോൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, the rules were criticized for restricting legitimate animal trade and interfering with dash habits. അതായത് ഇപ്പം നേരത്തെ കൊണ്ടുവന്ന നിയമങ്ങൾ നിയമപരമായിട്ടുള്ള ആനിമൽ ട്രേഡിനെ വരെ തടസ്സപ്പെടുത്തിയിരുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗുഡ് സെൻസ് ഒന്നാമത്തെ ഓപ്ഷനിലോട്ട് പോവേ. ഗുഡ് സെൻസ് അപ്പിയേഴ്സ് ടു ഹാവ് ഡാഷ് അറ്റ് ലാസ്റ്റ്. ഗുഡ് സെൻസ് അപ്പിയേഴ്സ് ടു ഹാവ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 റീറ്റെയിൻഡ്, 2 പ്രിവെയിൽഡ്, 3 കം, 4 ക്രിയേറ്റഡ്. അപ്പോൾ ഒന്നാമത്തെ റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നൊരർത്ഥമാണ്. ഗുഡ് സെൻസ് നിലനിർത്തി എന്നുള്ളതാണോ? പ്രിവെയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിജീവനം, തരണം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. പിന്നെ ഗുഡ് സെൻസ് വന്നു എന്ന് പറയാൻ പറ്റുമോ? ഗുഡ് സെൻസ് സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഗുഡ് സെൻസ് പ്രിവെയിൽഡ് ആവാനാണ് സാധ്യത. ഏറ്റവും അറ്റ് ലാസ്റ്റ്, അവസാനം സുബോധം നിലനിന്നു, അല്ലെങ്കിൽ ഈ നല്ലതല്ലാത്ത തീരുമാനങ്ങളെ അതിജീവിച്ചു എന്നൊരർത്ഥം. കാരണം നമ്മൾ ബാക്കിയും കൂടെ വായിച്ചതിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പറയാം. 2ാമത്തെ ഓപ്ഷൻ എന്താണ്? റൂൾസ് കൊണ്ടുവന്നു. ദെയർ വാസ് അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് ഇൻ ദ നെയിം ഓഫ് പ്രിവെൻറ്റിംഗ് ക്രൂവൽറ്റി ടു ആനിമൽസ്. അങ്ങനെ പരസ്യം എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. സർക്കംസ്റ്റൻസ്, ക്യാമ്പയിൻ, സർക്കംസ്റ്റൻസ് സാഹചര്യം, ക്യാമ്പയിൻ, കൺസേൺ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു കൺസേൺ ഉണ്ടായിരുന്നു. അതായത് ദെയർ വാസ് കൺസേൺ ദാറ്റ് ഇൻ ദ നെയിം ഓഫ് പ്രിവെൻറ്റിംഗ് ക്രൂവൽറ്റി പ്രിവെൻറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ
ഇവർ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടെ ചെയ്താണ് എന്നൊരർത്ഥം വരുന്നു. ഓക്കെ, ദ റൂൾസ് വെയർ ക്രിട്ടിസൈസ്ഡ് ഫോർ റെസ്ട്രിക്റ്റിംഗ് ലെജിറ്റിമേറ്റ് ആനിമൽ ട്രേഡ് ആൻഡ് ഇൻ്റർഫിയറിംഗ് വിത്ത് ഡയറി ഹാബിറ്റ്സ്. ഡയറി ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഡയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറി എന്നുള്ള ഡയറി അല്ല, DIA അല്ല, DARY. അത് ഈ എന്താ പറയുന്നത്, പാലുൽപാദന കേന്ദ്രങ്ങൾ, ഡയറി ഫാംസ് ഇല്ലേ, ഡയറി പശുക്കളെ ആടുകളെയൊക്കെ വളർത്തുന്ന ഡയറി ഫാംസ്, അത് തന്നെ ഡയറി. ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആരോഗ്യം. ഡയട്രി ഹാബിറ്റ്സ്, വെജിറ്റേറിയൻ ഹാബിറ്റ്സ് അങ്ങനെ പറയത്തില്ലല്ലോ, വെജിറ്റേറിയൻ ഹാബിറ്റ്സ് എന്നാണോ പറയുന്നത്, അങ്ങനെയല്ല. അവിടെ ഡയട്രി ഹാബിറ്റ്സ്, ഡയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തിയൊക്കെ നോക്കി ഡയറ്റ് നോക്കത്തില്ല, ഡയട്രി ഹാബിറ്റ്സ് അതാവാനാണ് സാധ്യത. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം, ശരിയാണോ നമുക്കറിയത്തില്ലല്ലോ, നമുക്ക് നോക്കാം. ഓ താങ്ക് ഗോഡ്, ഭാഗ്യത്തിനത് ശരിയാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിന് ഫുൾ മാർക്കുണ്ട്, റൈറ്റിങ്ങിന് ഫുൾ മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിവെയിൽഡ് കൺസേൺ ഡയട്രി. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലായോ? അതായത് റൈറ്റിങ്ങിന് ഇതിൻ്റെ അകത്ത് മാർക്കുണ്ട്, റീഡിങ്ങിന് മാർക്കാണ്. അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തെ റീറ്റെയിൻഡ് അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ കാണുമ്പോഴേ നമുക്കൊരു സംശയം തോന്നും, ഇത് റീറ്റെയിൻ ആണോ പ്രിവെയിലാണോ. അപ്പോൾ ആ വാക്കിൻ്റെ കറക്റ്റ് അർത്ഥം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ചെയ്യാനായിട്ടും സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയിരുന്നെങ്കിൽ പോലും റീഡിങ്ങിൻ്റെ മാർക്കിനെ ബാധിച്ചേനെ, റൈറ്റിങ്ങിൻ്റെ മാർക്കിനെ ബാധിച്ചേനെ. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ശരിയാക്കിയപ്പോൾ കണ്ടോ ഫുൾ മാർക്ക് നമുക്ക് കിട്ടി. ഈ PT എക്സാമിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്ക് ഫുൾ മാർക്ക് തരാൻ ഇവർക്ക് യാതൊരു വിഷമവും ഇല്ലെന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ IELTS പരീക്ഷ എഴുതി നോക്ക്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതേസമയം PT എന്ന് പറയുന്നത് സത്യത്തിൽ അത് വലിയ കാര്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ PTയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ അവർക്ക് മാർക്ക് തരുന്നതിന് യാതൊരു വിഷമവും ഇതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ കറക്റ്റായിട്ട് അത് എഴുതിയ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് എഴുതിയോ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നിങ്ങൾ സ്പീക്കിങ്ങിന് വിക്കില്ലാതെ, ഫംബ്ലിംഗ് ഇല്ലാതെ നിങ്ങൾ പറയാമോ, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് ഒരു ബ്ലാങ്കിൽ തന്നെ 4 ഓപ്ഷൻ വെച്ച് കാണും. ഇങ്ങനെ ഇപ്പോൾ 3 ഓപ്ഷൻ ഉള്ളവരാണ് നമ്മൾ ചെയ്തത്. ചിലപ്പം 5 എണ്ണം 6 എണ്ണം ഒക്കെ വരുന്നത് ചിലപ്പോൾ വന്നിരിക്കാം. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ദയവ് ചെയ്ത് ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, വാക്കുകൾ വൊക്കാബുലറി റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ വരാം. അതുവരെ ബൈ.